ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കണ്ടോ, വളരെ സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒന്നും തന്നെയല്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മിച്ചം വരുന്ന നമ്മുടെ ചപ്പാത്തി കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3 ചപ്പാത്തി ഉണ്ട്. ഇത് രാവിലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ നമുക്കിങ്ങനെ ചിപ്പിയെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് ചീനിച്ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കാം. 1 മിനിറ്റിൻ്റെ ചൂടാക്കിയാൽ മതി. കാരണം ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ തണുത്തിരിക്കുവാണല്ലോ, നമുക്കിതിനൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്നും ഇടണ്ട, വെറുതെ ഡ്രൈ ചൂടാക്കിയാൽ മതി. ഒന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്, നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് ശർക്കര. ഇത് പൊടിച്ച ശർക്കരയാണ്. അപ്പൊ നമുക്കിതിനെ ഒന്ന് പാത്രത്തിലോട്ട് നമുക്കൊന്ന് ഉരുക്കാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പഴുത്ത ഏത്തപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം വേണം നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കുവാനായിട്ട്. അപ്പം അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് നമുക്ക് ചെറിയ പീസായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്തുനിന്ന് വാങ്ങാം. അപ്പം നമ്മുടെ പഴമൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷനിലാവട്ടോ, ചേർക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ പീനട്ട്സോ ചേർത്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് ബദാമും കാഷ്നട്ടും ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഒരു പൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നെയ്യ് വേണമെങ്കിൽ ഒരു ശകലം 1 സ്പൂൺ നെയ്യും കൂടി വേണേൽ ചേർക്കാം. വേണ്ട താല്പര്യം പോലെ ചെയ്യാം. നമുക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഈ പഴം അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ലായിരുന്നു. തൊലി കറുത്തിട്ടുണ്ടെങ്കിലും പഴുപ്പ് കുറവാണ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം ഇപ്പം നല്ല സ്മെൽറ്റായി വരേണ്ടതാണ്. കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ശർക്കര ബോയിൽ ചെയ്ത് വെച്ച് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പൊ നമ്മുടെ പഴം ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതിൽ നല്ല സോഫ്റ്റ് ആക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റും. കുറച്ചുണ്ട് പഴം, അത് ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ടേസ്റ്റ് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിടുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്, വളരെ ചെറിയതാതെ. ഇപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം നമ്മൾ ജസ്റ്റ് ചൂടാക്കി വെച്ചതൊക്കെ തണുത്തിട്ടുണ്ട്. മിക്സിയിലോട്ട് ഇന്ന് പൊടിച്ചെടുക്കാം. ചപ്പാത്തിയൊക്കെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ പഴത്തിന്റെ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം.
ഇത് കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ടുള്ള അതും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നട്ട്സും അതുപോലെ തേങ്ങയുടെയും കൂടി മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എല്ലാം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഗ്രീസ്ഡ് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിത് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളുടെ മിക്സ് നമ്മൾ ഇതുപോലെ ഒരു ബൗളിലോട്ട് നല്ലപോലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ എടുത്ത് വെക്കാം. ഉണ്ടോ ബൗളിൽ ഒഴിച്ച് വെച്ചിട്ട് ഇപ്പൊ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഇനി ഒരു പീസാക്കി ഞാൻ മുറിച്ചിട്ട് കാണിക്കാം. ഇഷ്ടമുള്ള സൈസിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുറിച്ച് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഇതുപോലെ വളരെ പെട്ടെന്ന് ഇങ്ങനത്തെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.